എൻ്റെ പൊന്ന് ബിഗ് ബോസ്, ഈ കണ്ടൻ്റ് ഒന്ന് മാറ്റി പിടിക്ക്. എപ്പോൾ നോക്കിയാലും ജാസ്മിൻ ഗബ്രി, ജാസ്മിൻ ഗബ്രി, ജാസ്മിൻ ഗബ്രി ഇത് മാത്രമേ കാണിക്കുന്നുള്ളല്ലോ. എന്ത് തേങ്ങയാടോ നിങ്ങളെല്ലാം കാണിച്ചു വെച്ചേക്കുന്നത്. ഇപ്പോൾ എന്താ ഇത്രയും നാൾ അവർ രണ്ടുപേരും കൂടി ഡ്രാമ കളിച്ച് നമ്മളെ മണ്ടന്മാരാക്കി. ഇപ്പോൾ വീണ്ടും അവർ തമ്മിൽ ഡ്രാമ കളിക്കുന്നു. അതായത് ഞാൻ ജെനുവിനായിരുന്നു എന്ന് നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗബ്രിയും ജാസ്മിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാമ കളിക്കുന്നു. ഇതെല്ലാം കൂടി നമ്മളെ കാണിക്കുന്നു. എടോ, വേറെ എത്ര കണ്ടസ്റ്റൻസ് അതിൻ്റെ ഉള്ളിലുണ്ട്? എന്നാൽ പിന്നെ അവരുടെ ഭാഗത്തോട്ടൊന്ന് ക്യാമറ തിരിച്ചു വെച്ചൂടെ? അല്ല, കണ്ടൻ്റ് ഒന്നും വേറെ ഇല്ല, എന്നാലും വെറുതെ അവർ വർത്തമാനം പറയുന്നെങ്കിലും കാണിച്ചു വെച്ചൂടെ? ഇത് തന്നെ പരിപാടി. ജാസ്മിന് തലവേദന എടുക്കുന്നു, പോയി കിടക്കുന്നു, ഗബ്രി പോയിട്ട് ആശ്വസിപ്പിക്കുന്ന സമയത്ത് അവർ തമ്മിൽ പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത്. അതായത് നമ്മളോട് പറയുന്നു, ഞാൻ നിന്നെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു, ഞാൻ നിന്നെ അത്രത്തോളം കെയർ ചെയ്തിരുന്നു എന്ന് ജാസ്മിൻ പറയുന്നു. അപ്പോഴത്തേക്ക് ഗബ്രി, ഞാൻ നിന്നെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു, ഞാൻ നിന്നെ അത്രത്തോളം കെയർ ചെയ്തിരുന്നു, നീയാണ് എന്നെ ഇതാക്കുന്നത്, ഇതാണ്. മടുത്ത് സത്യം പറയാലോ. ഈ പറയുന്ന റിവ്യൂ ഇടുന്നവർക്കും കണ്ടൻ്റ് ഉണ്ടാക്കുന്നവർക്കും പുറത്തുള്ളവർക്കും ഒന്നും വേറെ ഒന്നിനെക്കുറിച്ചും പറയാൻ സാധനം കിട്ടുന്നില്ല. ഇത് തന്നെയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ ഗബ്രി. ജാസ്മിനാണ് പഠിച്ച കള്ളിയാണ്. ജാസ്മിൻ മറ്റേ കിച്ചൺ ഡ്യൂട്ടി ഉള്ള ആളാണ്. എന്നിട്ട് ഒരു തലവേദന എടുക്കുന്നു, എന്നിട്ട് പോയി കിടക്കുന്നു. അതാകുമ്പോൾ പണിയൊന്നും എടുക്കണ്ടല്ലോ. അപ്പോഴത്തേക്ക് ഗബ്രി വരുന്നു, ആശ്വസിപ്പിക്കും. പിന്നെ ആ ദിവസം അങ്ങനെ. പക്ഷെ ഇവർ സംസാരിക്കുമ്പോൾ മാത്രം ഒരു തലവേദനയില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. എന്തോന്നടേ ഇത് കണ്ട് ശരിക്കും പറഞ്ഞാൽ കാണുന്നവർക്ക് മടുപ്പായി. ഇനിയെങ്കിലും ഒന്ന് മാറ്റിപ്പിടിക്കാൻ നോക്ക്. നിങ്ങൾ മാറ്റിപ്പിടിക്കലിൻ്റെ ആളല്ലേ, ഇതൊന്ന് മാറ്റിപ്പിടിക്കാൻ നോക്ക് ദയവ് ചെയ്ത്. ഇതിപ്പോൾ കാണുന്നവർക്ക് തന്നെ മടുത്ത് പണ്ടാറടങ്ങി.